3 മാസമായി പെൻഷൻ മുടങ്ങിയതോടെ സംസ്ഥാനത്തെ KSRTC പെൻഷൻകാർ ദുരിതത്തിലായി. കിടപ്പ് രോഗികൾ ചികിത്സയ്ക്ക് വകയില്ലാതെയും നിത്യവൃത്തിക്ക് പെടാപ്പാടുപെട്ടും ദുരിത ജീവിതം നയിക്കുകയാണ്. വലിയൊരു വിഭാഗം പെൻഷൻകാർ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി പെൻഷൻ പ്രശ്നം പരിഹരിക്കാൻ നടത്തിയ സർക്കാർ നീക്കവും ഏതാണ്ട് വഴിമുട്ടിയതുപോലെയാണ്. ആത്മഹത്യയല്ലാതെ മറ്റ് പോംവഴികളില്ല എന്ന് KSRTC പെൻഷൻകാർ 24നോട് തുറന്നു പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ KSRTC പെൻഷൻകാർക്ക് പെൻഷൻ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് ജലരേഖയായി. KSRTCയിൽ പെൻഷൻ മുടങ്ങിയിട്ട് ഇത് 3-ാം മാസം. കണക്കുപ്രകാരം 42,670 പെൻഷൻകാരാണ് KSRTCയിലുള്ളത്. 2-3 മാസം പെൻഷൻ മുടങ്ങിയതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്ന അധികാരവർഗമുണ്ടെങ്കിൽ പെൻഷൻ മുടങ്ങി ദുരിതത്തിലായവരുടെ ജീവിതം ഒന്ന് കാണണം. സാഹചര്യം ആകെ ബുദ്ധിമുട്ടിലാണ്, തീരുവാണ്. ഘട്ടത്തിലാണ് പൈസ കിട്ടുന്നില്ല. അവർക്ക് തോന്നപ്പോൾ തരുന്നു, ജീവിക്കാൻ നിവർത്തിയില്ല. എല്ലാത്തിൻ്റെ ഇത് തന്നെയാണ്. കൃത്യമായിട്ട് നോക്കി പോകാൻ പറ്റുന്നില്ല. നേരിട്ട് പിന്നെ നോക്കാനുള്ള കഴിവില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ആത്മഹത്യക്കുള്ള വഴിയേ ഉള്ളൂ. പൊട്ടിക്കരയുന്ന ഈ മനുഷ്യന്റെ പേര് സത്യദാസ് എന്നാണ്. തിരുവനന്തപുരം നെല്ലിമൂട് സ്വദേശി. 75 വയസ്സുണ്ട്. 30 വർഷം തിരുവനന്തപുരം സെൻട്രൽ വർക്ക്ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചതിനു പിന്നാലെ സ്ട്രോക്ക് വന്ന് ശരീരം തളർന്നു. 13 വർഷമായി പരസഹായമില്ലാതെ അനങ്ങാനാവാത്ത സാഹചര്യം. ചികിത്സാ ചെലവിനും നിത്യവൃത്തിക്കുമൊക്കെ ആശ്രയിക്കുന്നത് മുടങ്ങിയ ഈ പെൻഷനെയാണ്. പപ്പയും സ്ട്രോക്ക് വന്ന അതിൻ്റെ ചികിത്സാ കാര്യങ്ങൾ, ഷുഗറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാണ്ടാകുമ്പോൾ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും അങ്ങനെ നോക്കണം. ഇപ്പോൾ ആകെ ആശ്രയം എന്ന് പറയണത് പപ്പയുടെ പെൻഷൻ തുക തന്നെയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ സുഖമില്ലാതായിട്ട് മരത്തിൽ നിന്ന് വീണതാണ്. 11 വർഷമായി. അപ്പോൾ അതിൻ്റെയും ചികിത്സയുണ്ട്, ഒപ്പം പപ്പേനെയും നോക്കണം. പപ്പയുടെ പെൻഷൻ തുക കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരുവിധമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഈ ലാഗ് വരുന്നത് കാരണം കൊണ്ടിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് വയോജനങ്ങളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ജീവനോപാധിയാണ് KSRTC പെൻഷൻ. 42,000-ഓളം വരുന്ന പെൻഷൻകാരിൽ പകുതിയോളം പേർക്കും തുച്ഛമായ തുകയാണ് പെൻഷൻ ലഭിക്കുന്നത്. അതുപോലും നൽകാൻ തങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് ഇവർ പറയുന്നു. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനും അതിൻ്റെ സഹയാത്രികനുമാണ്. പക്ഷേ എനിക്ക് പോലും ഈ ഇടതുപക്ഷ സർക്കാരുകളുടെ ഈ കൊള്ളരുതായ്മകളെ അനുകൂലിക്കാൻ കഴിയുന്നില്ല. കാരണം 84 നടപ്പിലാക്കിയ പെൻഷൻ ഇന്നെങ്ങനെ തരാതിരിക്കാം എന്ന് ആലോചിക്കുന്ന ഒരു സർക്കാരും ഭരണകൂടവുമാണ്. ഞങ്ങളും തീരുമാനമെടുക്കും. ഇനി വോട്ടവകാശം രേഖപ്പെടുത്തുവാൻ വിസമ്മതിക്കുന്ന വളരെ വിദൂരമല്ലാത്തൊരു തീരുമാനം ഞങ്ങളും എടുക്കും. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി പെൻഷൻ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ധാരണയായതിലും അധികം പലിശ സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ടതോടെ നടപടികൾ വഴിയിലായി. തടസ്സമൊഴിവാക്കാൻ ധനവകുപ്പും ഗതാഗത വകുപ്പും മുൻകൈയെടുക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ സർക്കാർ KSRTC പെൻഷൻ നൽകണമെന്ന 2022 ഹൈക്കോടതി വിധി നടപ്പാക്കാത്തതിന് ചീഫ് സെക്രട്ടറിക്കും ഗതാഗത സെക്രട്ടറിക്കുമെതിരെ കോടതിയലക്ഷ്യ ഹർജി നിലനിൽക്കുകയാണ്. പലവ്യഞ്ജനക്കടയിലും മരുന്നുകടയിലുമൊക്കെ കടങ്ങൾ തീർക്കാനുണ്ട്. എല്ലാ മാസവും 5-ാം തീയതി മുന്നിൽ കണ്ടാണ് കടം വാങ്ങുന്നത്. പെൻഷൻ മുടങ്ങിയതോടെ കടം ലഭിക്കില്ല എന്ന അവസ്ഥയായി. 10-30 കൊല്ലം സർക്കാർ സർവീസിൽ ഇരുന്നിട്ട് നിത്യവൃത്തിക്ക് കൈനീട്ടേണ്ടി വരുന്ന ഗതികേടിലും നല്ലത് ജീവിതം അവസാനിപ്പിക്കലാണെന്ന് ഇവർ വേദനയോടെ പറയുന്നു. സർക്കാർ ഈ മനുഷ്യരുടെ ദുഃഖം കാണണം, കണ്ണു തുറക്കണം. സിറിലിനും സതീഷിനുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ബാബുരാജ് പിള്ള കൊട്ടാരക്കര എന്ന് പറയുന്നു. അത് താങ്കളൊരു നമ്പർ തന്നു, അതിൽ വിളിച്ചു, റെസ്പോൺസ് ഇല്ല. താങ്കൾ ഇപ്പോൾ വിളിച്ചോളൂ. ബാബുരാജ് കൊട്ടാരക്കര വിളിച്ചോളൂ, ഇപ്പോൾ വിളിച്ചോളൂ. യഥാർത്ഥത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ, എടുക്കാതിരിക്കുന്നില്ല. കൂടുതൽ ആൾക്കാർ വിളിക്കുന്നു.
അപ്പോൾ ലൈൻ എൻഗേജ് ആവുന്നതാകും. ഇനി നമ്മൾ പെൻഷൻ പ്രശ്നത്തിലേക്ക് 3 മാസത്തോളമായി പെൻഷൻ ലഭിക്കാതെ ദുരിതത്തിലാണ് KSRTCയിലെ പെൻഷൻകാർ. കിടപ്പ് രോഗികൾ ചികിത്സയ്ക്ക് പോലും വകയില്ലാതെ പെടാപ്പാട് പെടുന്നു. വലിയൊരു വിഭാഗം പെൻഷൻകാരും ഈ ബുദ്ധിമുട്ടിലാണ്. ജീവിതം അവർക്ക് ഏതാണ്ട് വഴിമുട്ടിയതുപോലെയാണ്. കാണാം നമുക്ക് KSRTC പെൻഷൻകാരുടെ കൂടുതൽ പ്രതികരണങ്ങൾ. ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാഗം പേരും ഈ പെൻഷനെ മാത്രം ആശ്രയിച്ച് അവർക്ക് മരുന്നിന് പൈസ വേണം, വീട്ടു വാടക വേണം, അവരുടെ ചികിത്സ, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രായം ഇത്രയാകുമ്പോഴേ ഭാര്യയും അസുഖക്കാരിയാവും. അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ചികിത്സാ ചെലവ്, ഒരുപാട് ബാധ്യതകൾ ഇതുമായിട്ട് വന്ന് കയറുന്നില്ലേ. അപ്പോൾ ഈ പെൻഷൻ കൂടെ ഈ സർക്കാർ തരാതിരുന്നാൽ എന്താണ് അവസ്ഥ? KSRTC പെൻഷൻകാരെ 42,000, KSEBയിലെ 40,000. KSRTC പെൻഷൻ കൊടുക്കുന്നത് 71 കോടി, KSEBക്ക് കൊടുക്കുന്നത് 241 കോടി. വ്യത്യാസം 3 ഇരട്ടിയാണ് KSEBക്ക് കൊടുക്കുന്നത്. 1984 കേരള സർവീസ് റൂൾ അനുസരിച്ചിട്ടുള്ള പെൻഷൻ പരിഷ്കരണമാണ് തന്നിട്ടുള്ളത്. അത് അന്ന് തൊട്ടേ ഇതിൽ നടപ്പിലാക്കി കൊണ്ടുവരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് സാമ്പത്തികമായ പ്രതിസന്ധി പറഞ്ഞിട്ട് അവർ ഒരു ചെറിയ അനാസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെൻഷൻ കിട്ടാതിരിക്കുന്നത്. ഈ ദയനീയ അവസ്ഥയിൽ പോലും നമ്മുടെ സർക്കാരിൻ്റെ കണ്ണ് തുറക്കുന്നില്ല. ഈ KSRTCയിൽ ശരിയാവണ്ണം ജോലി ചെയ്തിട്ടുള്ളവർക്കെല്ലാം അവസാനം അസുഖങ്ങൾ പലതും പിടിക്കും. അങ്ങനെയാണ്. ഞാൻ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്തവനാണ്. ഇന്ന് എനിക്കുമുണ്ട്, ഹാർട്ടിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട്, മരുന്ന് വാങ്ങിക്കുന്നു. പക്ഷേ എനിക്ക് 2 പെൺമക്കളായതുകൊണ്ട് മരുമക്കളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. നാണക്കേട് കൊണ്ട് പുറത്ത് പറയാനൊക്കെയില്ല. ഇതുപോലെ എത്രയെത്ര കുടുംബങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. എല്ലാം ശരിയാകും, LDF വന്നോട്ടെ എന്നൊരു വാഗ്ദാനം ഞങ്ങൾക്ക് തന്നിരുന്നു. പക്ഷേ അതിപ്പം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു വലിയ സങ്കടമാണ് ഞങ്ങളെല്ലാം മിക്കവാറും ഇടതുപക്ഷക്കാരാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പാടിപ്പെട്ടാണ് ഈ സർക്കാരിന് അധികാരത്തിൽ വന്നത്. അശ്വതിയുടെ യൂട്യൂബ് സന്ദേശം. അശ്വതി പറയുന്നത്, ദൈവമേ, ആ അപ്പൂപ്പൻ്റെ കണ്ണുനീർ കണ്ട് ചങ്ക് പെടഞ്ഞുപോയി. ഇനിയൊരു ഇടവേള കഴിഞ്ഞ് മറ്റു ചില വാർത്തകളിലേക്ക് ബ്രേക്ക്.